പരിപ്പോട എവിടെയോ? ഇന്ന് പരിപ്പോട ഉണ്ടാക്കില്ല സാർ. പരിപ്പോട ഉണ്ടാക്കിയില്ലേ? പരിപ്പോടയും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തനിക്ക് അറിഞ്ഞോടെ. എടുക്ക പോയി പരിപ്പോട ഉണ്ടാക്കി കൊണ്ടുവരാ. അപ്പോൾ പരിപ്പോടൊക്കെയായിട്ട് നമുക്ക് ആദ്യം ഒരു കപ്പ് മസൂർ ദാൽ എടുക്കാം. ഇവിടെ ഇപ്പോൾ മസൂർ ദാലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ മസൂർ ദാൽ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്കും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും ഇത് നല്ല മുരുമുരാന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പരിപ്പോട കിട്ടാനായിട്ടാണ് ആ ദാൽ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് അതൊന്ന് കുതിരാനായിട്ട് 2 മണിക്കൂറത്തേക്ക് വെള്ളത്തിലിടുക. അതൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കുക. ചെറുതായിട്ട് അരച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരയ്ക്കരുത്. അത് പാർട്ട് ബൈ പാർട്ടായിട്ടാണ് അരയ്ക്കാവുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബൗളിൽ ഇട്ട് മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെയുള്ളത് നന്നായിട്ട് അരഞ്ഞു വരും. അപ്പോൾ പക്ഷേ അത് വേണ്ട, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞാച്ചാൽ മതി, ഒരു 1 or 2. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് വേപ്പില, ഒരു 2 സവാള എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞു വയ്ക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതും ജസ്റ്റ് 1 ടൈം ഒന്ന് അടിച്ചാൽ മതി. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് യൂസ് ചെയ്യാം. അപ്പോൾ പച്ചമുളകും കൂടെ കൂടി അരിഞ്ഞു വെക്കണം. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ലൈറ്റായിട്ട് ക്രഷ് ചെയ്തേക്കുന്ന പരിപ്പും പിന്നെ ലൈറ്റായിട്ട് ക്രഷ് ചെയ്തേക്കുന്ന ഈ ഉള്ളിയും മുളകും കറിവേപ്പിലയും ഒക്കെ വരുന്ന മിക്സ്ചറും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപ്പോടയ്ക്കുള്ള ഡവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീഞ്ചട്ടിയിലേക്ക് ഒന്ന് മുക്കി വറുക്കാൻ പാകത്തിന് അത്രയും ഒരു എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വലിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ നമുക്ക് ഡവ് ഉരുട്ടിയെടുത്തിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് കയ്യിൽ തന്നെ പരത്തി വെച്ചിട്ട് ഒരു പരിപ്പോടയുടെയൊക്കെ ഷേപ്പിൽ പരത്തി വെച്ചിട്ട് നമുക്ക് പതുക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ലൈറ്റ് ബ്രൗണൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ഇടയ്ക്കൊക്കെ ഒന്ന് മറിച്ചിടണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോഴേക്കും, ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് അത് എടുക്കാം. ഇനി ഒരു ചായ കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പോടയും ചായയും റെഡി. അപ്പോൾ ഇന്ന് മെയ് 1 വർക്കേഴ്സ് ഡേ ആയിട്ട് എല്ലാവർക്കും അവധിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നമുക്ക് വൈകുന്നേരം ഒരു ചായയും പരിപ്പോടിയൊക്കെ കഴിച്ച് വീട്ടിലിരിക്കാം. അപ്പോൾ നല്ല ചൂടൻ നല്ല മുരുമുരാന്നുള്ള പരിപ്പോടെയാണ്. സൈഡൊക്കെ നല്ല മുരിഞ്ഞിരിപ്പുണ്ട്. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങണേക്കായും പുറമെ നല്ല മുരിയലും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടാണ് ഈ പ്രിപ്പറേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സംഭവം അടിപൊളിയാണ്. കുറച്ച് സോസിൻ്റെ ഒക്കെ കൂട്ടി കഴിച്ചാൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി എരിവ് കുറച്ച് കുറവാണ് ഇട്ടേക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എരിവ് കൂട്ടിയിടാം അല്ലെങ്കിൽ കുറയ്ക്കാം, എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.